ഹലോ ഹായ് അങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ലാതെ ഞാൻ പാറമേക്കാവിൽ തൊഴാൻ പോയപ്പോഴാണ് അവിടെ ആനയൂട്ട് നടക്കുന്നത് കണ്ടത്. പക്ഷേ ഞാൻ നേരെ ആദ്യം പോയത് വടക്കുന്നാഥനിലായിരുന്നു കേട്ടോ. വടക്കുന്നാഥനിൽ തൊഴുതു വന്നിട്ടാണ് പാറമേക്കാവിലെത്തിയത്. അപ്പോഴേക്ക് ഏകദേശം സമയം അതിക്രമിച്ചു. പരിപാടി ഏകദേശം അവിടെ തീരാറായി. എങ്കിലും ഞാൻ അവിടെ ഓടി ചെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സംഭവം എനിക്ക് കാണാൻ കഴിയുമെന്ന്. എന്തായാലും അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം വടക്കുന്നാഥിലെ ആനയൂട്ടിന് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിഷമം എനിക്ക് ഇവിടെ അത് ഇല്ലാതാവാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. ആനയ്ക്ക് എല്ലാവിധ ഫ്രൂട്ട്സുകളും അവിടെ ഉണ്ടാവും. ആനയ്ക്ക് എല്ലാവർക്കും കൊടുക്കാം. നമുക്ക് അടുത്ത് നിന്ന് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ ഔഷധക്കൂട്ടുള്ള ഭക്ഷണമൊക്കെ ആനയ്ക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ അടുത്ത് നിന്നതേ ഒരു കുഞ്ഞാനയുണ്ട്. ചെറിയൊരു കുഞ്ഞാന പറഞ്ഞാൽ അതെ ഒരു കുഞ്ഞിനെ പോലെ അത് അനുസരണയോടെ അതിങ്ങനെ വാ തുറന്ന് നമ്മൾക്ക് അതിൻ്റെ വായിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് തരുന്നുണ്ട്. അനുസരണയുള്ളൊരു കുഞ്ഞാടിനെ പോലെയാണ് ആ ആന നിന്ന് തരുന്നത് കേട്ടോ. നല്ല ഒരു കാഴ്ചയായിരുന്നത്. ഞാൻ അടുത്ത് പോയിരുന്ന് അതിങ്ങനെ മൊബൈലിലേക്ക് പകർത്തുന്നുണ്ട്. എനിക്ക് ആനയുടെ വായയുടെ ഉള്ളിലേക്ക് വരെ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ കൊണ്ട് വയ്ക്കാം. അതുപോലെയാണ് ആന. പക്ഷെ നല്ല അനുസരണയുള്ള നല്ല ആനകളാണ് കേട്ടോ. ഒരു ഇതുമില്ലാത്ത നമുക്ക് അടുത്ത് നിന്ന് ധൈര്യത്തോടെ ഓടി നിന്ന് കണ്ടില്ലേ. എല്ലാവരും അതിന് വായിക്ക് കൊടുക്കുന്ന എല്ലാവിധ ഫ്രൂട്ട്സുകളും അവിടെയുണ്ട്. തണ്ണിമത്തനുണ്ട്, ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, കരിമ്പുണ്ട്, അങ്ങനെ ഇന്നതെന്നില്ല എല്ലാം ഉണ്ട്. ഇപ്പോൾ പിന്നെ ഔഷധക്കൂട്ടുള്ള ചോറുരുള്ള പോലത്തെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് നോക്കി കാണാൻ കഴിഞ്ഞു. എന്തായാലും ആ ദിവസം വെറുതെ ആയില്ല. അങ്ങനെ പാറമേക്കാവിലെ ആനയൂട്ട് കാണാൻ കഴിഞ്ഞു. ഓരോരുത്തർ വായിലെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുകയാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ചെറിയ കൊച്ചു കുട്ടികളടക്കം കൊടുക്കാൻ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ നിൽക്കുന്നത്. എങ്കിലും ഞാനതിങ്ങനെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഈ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കേണ്ടത് കാരണം വേറെ ആരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. എങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ ആനയൂട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും മിസ് ചെയ്യരുത്. ഏറ്റവും കാണേണ്ടത് വടക്കുന്നാഥനിലെ ആനയൂട്ടാണ്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ കുറച്ച് ആനകളേ ഉള്ളൂ. വടക്കുന്നാഥനിൽ ഗംഭീര ആനയൂട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും മഴയായിരിക്കും. അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല കാണാൻ ഒരിക്കൽ കണ്ടാൽ പിന്നെ അടുത്ത തവണയും മറക്കാതെ വന്ന് കാണും. അതാണ് ആനയൂട്ട്. അത് വടക്കുന്നാഥിൽ തന്നെ കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.